നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഈ റൈറ്റ് ഗ്രേഡിയൻസും ലെഫ്റ്റ് ഗ്രേഡിയൻസും യൂസ് ചെയ്തിട്ട് അവിടെ സ്പ്ലിറ്റ് യൂസ് ചെയ്യണോ വേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എസ് ഓർ നോ ടൈപ്പ് ഉണ്ടായിരുന്നില്ലേ, ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ എസ് ഓർ നോ ടൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും ഓരോ ഡിസിഷനോടൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ GL² എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, GL², GR², അത് റൈറ്റും ലെഫ്റ്റും ആണ്. അവിടെ സ്പ്ലിറ്റ് അപ്ലൈ ചെയ്യണോ വേണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്നലെ? ഓക്കെ, അത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സ്പ്ലിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ എവറി കാൻഡിഡേറ്റ് സ്പ്ലിറ്റ് പാർട്ടീഷൻസ് എ നോഡ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചിൽഡ്രൻ. സോ ഇത് നോഡ്സ് ജസ്റ്റ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, വെറുതെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെപ്ത് കൂടും ആൻഡ് കോംപ്ലക്സിറ്റി കൂടും, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെന്നില്ല. സോ ആ ഒരു ടൈമിലാണ് പ്രോപ്പറായിട്ടാണോ ഇത് പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗെയിൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഗെയിൻ ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഈ ലെഫ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പറായിട്ടാണോ ഫൈൻഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സിബൂസ് കമ്പ്യൂട്ട് ദ എക്സാക്ട് ഇംപ്രൂവ്മെൻറ്റ് ഫ്രം സ്പ്ലിറ്റിംഗ് വേഴ്സസ് കീപ്പിംഗ് ദ നോഡ് എസ് എ ലീഫ്. ആൻഡ് ലെഫ്റ്റ് സ്കോർ ക്വാളിറ്റി ഓഫ് ദ ലെഫ്റ്റ് ചൈൽഡ് അലോൺ. അതായത് നമ്മൾ ഡിസിഷൻ നോഡ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഇൻഫർമേഷൻ ഗെയിനും ഇമ്പ്യൂരിറ്റിയും കൂടി ചെക്ക് ചെയ്യും. ഗെയിൻ ഇമ്പ്യൂരിറ്റിയും ഇൻഫർമേഷൻ ഗെയിനും. അതായത് ഇമ്പ്യൂരിറ്റി ഏറ്റവും കുറവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ നോഡായിരിക്കും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻഫർമേഷൻ ഗെയിന് കൂടും. അങ്ങനെയാണ് ഡിസിഷൻ നോട്ട്സ് കളക്ട് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ അതിൻ്റെ GL² എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടില്ലേ, ക്വാളിറ്റി ഓഫ് ദ ലെഫ്റ്റ് ചൈൽഡ് അലോൺ ബിഗർ GL² റിലേറ്റീവ് ടു HL പ്ലസ് ലാംഡ. HL എന്തായിരുന്നു, ആ ഹേസിയൻ്റെ പാർട്ട്, രണ്ടാമത്തെ സെക്കൻഡ് ഓർഡറിൻ്റെ പാർട്ടാണ് ആ ഒരു HL എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്, അതും റെഗുലറൈസേഷനും. സോ അതിൻ്റെ പ്യൂരിറ്റി കുറച്ചുകൂടി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻറ്റ് ലീഫായിട്ടാണ് എടുക്കുക. ഓക്കെ, ഈ ലീഫ് അവിടെ വേണോ വേണ്ടതെന്നാണ് തീരുമാനിക്കുന്നത് റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്തിട്ട്. ആവശ്യമില്ലാത്ത ഒരു ലീഫാണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല, മാക്സിമം അത് ഒഴിവാക്കാം. സോ റൈറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഇതേ സെയിം ഐഡിയ റൈറ്റിനും ചെക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റിൽ എടുക്കണോ വേണ്ടയോ, ആ ഒരു ലീഫ് നോഡ് റൈറ്റിൽ അപ്ലൈ ചെയ്യണോ വേണ്ടതെന്നുള്ളതാണ് ഈ ഡിസിഷൻ നോട്ട്സിന് ചെക്ക് ചെയ്യുന്ന പോലെ ഇവിടെയും ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പോരാ, അത് ആക്ച്വലി വെർത്താണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ലെഫ്റ്റിലായാലും റൈറ്റിലായാലും രണ്ടിനും സെയിം ഐഡിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു GL² എന്നുള്ളതിൻ്റെ ആ ഒരു റിലേറ്റീവ് കണക്ഷൻ രണ്ടാമത്തെ സെക്കൻഡ് ഓർഡറിൻ്റെ ആ ഒരു റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിനും അതിൻ്റെ ഒരു മീൻ പ്യുവർ ആണെന്നുണ്ടെങ്കിൽ ആ ലീഫ് കീപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്യാന്നല്ല, അത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പാരൻറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഡിസിഷൻ നോട്ട്സിൽ ഒരെണ്ണം നോക്കിയായിരുന്നു. പാരൻറ്റും ചൈൽഡും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ചെക്ക് ചെയ്യുന്നത് ഗെയിൻ ഇമ്പ്യൂരിറ്റിയും ഇൻഫർമേഷൻ ഗെയിനും വെച്ചിട്ടായിരുന്നു. അത് പ്രോപ്പർ പാരന്റ് നോട്ട്സ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണോ ചോദിക്കുന്നത്, അതോ വെറുതെ റാൻഡംലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ. നമുക്ക് പ്രോപ്പർ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലേ പ്രോപ്പറായിട്ടുള്ള ആൻസേഴ്സ് കിട്ടുള്ളൂ. പക്ഷെ അത് ഇവിടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് പാരന്റ് സ്കോർ. വി സബ്സ്ട്രാക്ട് വാട്ട് ദ അൺഡിവൈഡഡ് നോട്ട് വുഡ് ഹാവ് സ്കോർഡ് ആൻഡ് ദി ഫിക്സ്ഡ് കോസ്റ്റ് ഗാമ ഓഫ് ആഡിങ് എ ന്യൂ ലീഫ്. ആ ഒരു ന്യൂ ലീഫ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലെത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാരന്റ് സ്കോറും കൂടി ചെക്ക് ചെയ്യുന്നത്. ഇത് ആ ഒരു വാല്യൂസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ഉള്ള ഇതാണ്. ഇപ്പോൾ GL എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഗ്രേഡിയൻറ്റ്, ലെഫ്റ്റ് ഹെസിയൻ രണ്ടാമത്തെ, ഇത് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിങ്ങിൻ്റെ നോർമൽ ട്രീസ് ഇല്ലേ, ആദ്യം പറഞ്ഞ അഡാ ബൂസ്റ്റ്, ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിങ്, ആ ഒരു ടൈപ്പ് ട്രീസിലാണ് ഫസ്റ്റ് ഓർഡർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഗ്രേഡിയൻസ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ഗ്രേഡിയൻസ് ഇല്ലേ, ഗ്രേഡിയൻറ്റ് ഡിസെൻറ്റ് പഠിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു ഗ്രേഡിയൻസ് എവിടെ കേട്ടേക്കണേ?
ഫസ്റ്റ് അടുത്തൊരു ML തുടങ്ങിയില്ല. ഗ്രേഡിയൻസ് എന്താണ്? ലേണിംഗ് റേറ്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടായിരുന്നു. ഒരു ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് താഴത്തെ പോയിന്റിലേക്ക് ഒപ്റ്റിമൽ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ എന്താ യൂസ് ചെയ്തായിരുന്നു? ഗ്രേഡിയൻസ്. അപ്പോൾ ഗ്രേഡിയൻസ് എന്താ? അപ്പോൾ സ്റ്റെപ്പ് സൈസും എന്നൊക്കെ എന്താ അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ? അത് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് കൺവെർജൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പോയിന്റ്സ് എടുക്കും? അല്ല, എത്ര സ്റ്റെപ്സ് എടുക്കും? ഒറ്റ സ്റ്റെപ്പാണോ? അല്ല. അപ്പോൾ അതിൽ സ്റ്റെപ്പ് സൈസൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഈ ഒരു ലേണിംഗ് റേറ്റും ഗ്രേഡിയൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് മൾട്ടിപ്പിൾ സ്റ്റെപ്സിലാണ് അച്ചീവ് ചെയ്യുക. ലേണിംഗ് റേറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും. ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ വാനിഷിങ് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. ഗ്രേഡിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇതാണ് പറയുന്നത്. അതിൻ്റെ അതിൽ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. മൊമെൻറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീവിയസ് ഡാറ്റ, മൊമെൻറ്റം, ഇതൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഈ ഗ്രേഡിയൻസ്, നോർമൽ ഗ്രേഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് GBDT എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വർക്ക് ചെയ്യുന്നത്. GBDT എന്താണ്? ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ബേസിലാണ് വരുന്നത്. നമുക്ക് മൊഡ്യൂളിലില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അതിൽ നോർമൽ ഗ്രേഡിയൻസിൻ്റെ ബേസിലാണ് ഈ ഒരു GBDT എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മോഡലിൽ ഈ ഒരു GL എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെഫ്റ്റ് ഗ്രേഡിയൻറ്റ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ഗ്രേഡിയൻറ്റ് ടൈപ്പ് അല്ല, നോർമൽ ഗ്രേഡിയൻറ്റ് ടൈപ്പ് മാത്രമേ അങ്ങനത്തെ മോഡൽസിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു XGBoost എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലേക്ക് വരുമ്പോൾ ഒരു സെക്കൻഡ് ഓർഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തേൽ നോർമൽ ഡിസിഷൻ ട്രീസിലൊക്കെ, നോർമൽ ഡിസിഷൻ ട്രീ അല്ല, ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുന്ന ഡിസിഷൻ ട്രീസ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് ഓർഡറിൽ അതിൻ്റെ എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചാലാണ്. ഇപ്പോൾ ഹില്ലിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കല്ലേ മൂവ് ചെയ്യിക്കണ്ടേ പോയിന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ അതിലുണ്ടാവും. ഇത് ബെറ്റർ ആയിട്ട് അതിനെ റീച്ച് ചെയ്യുന്നത് കറക്റ്റ് ആണോ, അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹെസിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് XGBoost മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് GBDTയും XGBoost തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഹെസിയൻ എന്നുള്ള ആ ഒരു മെത്തേഡ് ഈ ഒരു XGBoost മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ബാക്കിയുള്ള GBDTയിലൊന്നുമില്ല. ഓക്കെ, XGBoost മാത്രമുള്ളതാണ് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഹെസിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടെൽസ് XGBoost ഹൗ കോൺഫിഡൻറ്റ് ടു ബി അബൌട്ട് ദ ഗ്രേഡിയൻസ് സ്റ്റെപ്പ് സൈസ്. ആ ഡയറക്ഷനിൽ പോകുന്നുണ്ട്, പക്ഷേ ആ സ്റ്റെപ്പ് സൈസും ഇതൊക്കെ കറക്റ്റ് ആണോ, അത് പ്രോപ്പറായിട്ടാണോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രേഡിയൻസ്, ഹൈ ഗ്രേഡിയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് വാനിഷിങ് ഗ്രേഡിയൻസ് വരാം, അല്ലെങ്കിൽ എക്സ്പ്ലോഡിങ് ഗ്രേഡിയൻസ് വരാം. വാനിഷിങ് ഗ്രേഡിയൻസ് മാർക്കർ എടുക്കും, മാർക്കർ വാനിഷിങ് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേഡിയൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് ഒക്കെ 0 ആവുന്ന കണ്ടീഷനാണ്. 0 ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. 0 അവിടെ മൂവ്മെൻറ്റ് ഇല്ല എന്നാണ് മീനിങ്. അതിന് രണ്ടാമത്തെ ടൈപ്പാണ് എക്സ്പ്ലോഡിങ് ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പിൽ ഹൈ വാല്യൂ ആയിരിക്കും ഈ ഒരു ഗ്രേഡിയൻസിന് വരുന്നത്. നോർമലി യൂസ് ചെയ്യുന്ന ഇതിനെക്കാട്ടിലും ഹൈ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഒരു കേസ് എടുക്കുകയാണ്. ഇപ്പോൾ
ഇവിടെ നിന്ന് ആ ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് എനിക്ക് ഈ പോയിന്റിലോട്ടാണ് എത്തേണ്ടത്. ഈ പോയിന്റിലോട്ട് എത്തണം. ഞാനൊരു 10 സ്റ്റെപ്പ് എടുക്കാമെന്ന് വയ്ക്കാം. ഇൻ കേസ് ഒരു 9th സ്റ്റെപ്പ് റീച്ച് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഞാൻ ഈ ഒരു പോയിന്റിൻ്റെ കൺവേർജൻസ് പോയിന്റിൻ്റെ അടുത്തെത്താണ്. സോ ഇവിടെ നിന്ന് ഹൈ ഗ്രേഡിയൻസ് സ്റ്റെപ്പ് സൈസ് കൂടുകയെന്ന് വയ്ക്കാം. നോർമലി ഞാൻ എടുത്തായിരുന്നത് ഒരു ലേണിംഗ് റേറ്റ് 0.1 ഒക്കെയാണ്, 0.01 ഇതിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം 10 വരെ എന്തോ ആണ് പോവുക. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഒരു ഹൈ ലേണിംഗ് റേറ്റ് അപ്ലൈ ചെയ്തു. മാക്സിമം റേഞ്ച് അപ്ലൈ ചെയ്തു. ഈ ലേണിംഗ് റേറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രേഡിയൻസിൻ്റെ സ്റ്റെപ്പ് സൈസിൻ്റെ മാക്സിമം റേഞ്ച് അപ്ലൈ ചെയ്തു. പക്ഷേ ഇത് ഇവിടെ എത്തുമ്പോൾ നിൽക്കില്ല. ഈ കൺവേർജൻസ് പോയിന്റ് എത്തുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഇതിന് ഈ 0.01 ആണെന്നുണ്ടെങ്കിൽ പതുക്കെ പോകുള്ളൂ. ഇപ്പോൾ ഹൈ വാല്യൂ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ഞാൻ 10 സെൻറ്റിമീറ്ററോ സംതിങ് അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കും ഈ ഒരു ഹൈ ലേണിംഗ് റേറ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതാണ് എക്സ്പ്ലോഡിങ് ഗ്രേഡിയൻസ് എന്ന് പറയുക. കാരണം എനിക്ക് 1 സെൻറ്റിമീറ്റർ ഇവിടേക്ക് പോകാനുള്ളൂ, 1 സെൻറ്റിമീറ്റർ. പക്ഷെ ഞാൻ പോകുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആകെ ഒരു 1 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അതെവിടെ സ്റ്റോപ്പ് ചെയ്യും? പോയിന്റ് കഴിഞ്ഞു പോകും. അപ്പോൾ അത് കൺവേർജൻസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ? എക്സീഡ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്പ്ലോഡിങ് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ്. അത് മാത്രമല്ല, ഇത് എവിടെ നിന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ വരാം. ഇപ്പോൾ ഹൈ ലേണിംഗ് റേറ്റ് എൻഡിൽ വന്നാലുള്ള ഒരു പ്രോബ്ലം മാത്രമാണ് അത് വരുന്നത്. പക്ഷെ ഇവിടെ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമതിന്. ഇവിടെ നിന്നുള്ള ലെങ്ത്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. പക്ഷെ അത് കിട്ടാനുള്ള ചാൻസ് 50-50 ആണ്. എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനാണ് ലേണിംഗ് റേറ്റ് ഷെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ 0.01 സ്റ്റാർട്ട് ചെയ്യും, പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ട് എവിടെ എത്ര ലേണിംഗ് റേറ്റ് വേണോ അതിനനുസരിച്ചിട്ടാണ് അത് കൊടുക്കുക. ഇപ്പോൾ ഈ പോയിന്റിൽ വന്നിട്ട് നമുക്ക് 1 സെൻറ്റിമീറ്റർ, വെറുതെ എക്സാമ്പിൾ പറയുന്നതാണ്, ലെങ്ത്ത് അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ ഉള്ളുവെങ്കിൽ ഒരു ലോവർ ലേണിംഗ് റേറ്റ് മതിയാവും. അതേ അവിടെ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അതിനാണ് ഷെഡ്യൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ കൺവേർജൻസ് എന്ന് പറയുന്നതാണ് ആ ഒരു എൻ പോയിന്റ് കേട്ടോ. വെച്ചില്ലായിരുന്നു അന്ന്. ആ ഒരു ഫൈനൽ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. ഈ ലീനിയർ റിഗ്രഷന് ഒറ്റ ഒപ്റ്റിമൽ സൊല്യൂഷനേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെസ്റ്റ് ഫിറ്റ് ഇല്ലേ, ആ ബെസ്റ്റ് ഫിറ്റിൽ മാത്രമാണ് ഈ ഒരു കൺവേർജൻസ് വരുള്ളൂ. ബാക്കിയുള്ള മോഡൽസിനൊക്കെ മൾട്ടിപ്പിൾ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരാം. മൾട്ടിപ്പിൾ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺവേർജൻസിൽ ചിലപ്പോൾ ഈ കൺവേർജൻസ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വേറെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ അതേ ഒരു റേഞ്ചിൽ വേറെ പോയിന്റ്സ് ഉണ്ടാവും. അവിടെ റീച്ച് ചെയ്താലും ഇത് എൻ പോയിന്റ് റീച്ച് ചെയ്യുമെന്ന് അസ്യൂം ചെയ്യും. അതാണ് മൾട്ടിപ്പിൾ വാല്യൂസ്. അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്ന് പറയും. ലോക്കൽ മിനിമം നമുക്ക് എന്താ അച്ചീവ് വേണ്ടത്? ലോക്കൽ മിനിമാസ് അല്ല, ഗ്ലോബൽ മിനിമാസ് ആണ് ആക്ച്വലി അച്ചീവ് ചെയ്യേണ്ടത്. ഈ നമുക്ക് മിനിമം ലോസ് അല്ല അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നിയർ ബൈ പോയിന്റ്സ് അല്ല, എക്സാക്ട്ലി ആ ഒരു പ്രോപ്പർ സൊല്യൂഷനാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഇതാണ് ഗ്രേഡിയൻസിൻ്റെ കൺസെപ്റ്റ്. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വരുന്നുണ്ട് ആ ഒരു. പക്ഷേ ഈ ഒരു 2 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്, വാനിഷിംഗ് ഗ്രേഡിയൻസും എക്സ്പ്ലോഡിംഗ് ഗ്രേഡിയൻസും. വാനിഷിംഗ് ഗ്രേഡിയൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രേഡിയൻസ് ഇല്ല എന്നാണ് മീനിങ്. ടോട്ടലി സീറോ ആയി പോകും. ടോട്ടലി സീറോ ആയി പോകുമ്പോൾ അതിനും നോ മൂവ്മെൻ്റ് ആയിരിക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യുക ഒരു പ്രോസസ്സ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ഉണ്ട്, 5 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് വാല്യൂ 0 ആയി പോവുകയാണ്. പിന്നെ ഇങ്ങോട്ട് അത് മൂവ് ചെയ്യിക്കില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യും.
അതിൻ്റെ കൺവെർജൻസ് അച്ചീവ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഈ ഫസ്റ്റത്തെ ടൈപ്പിൽ. GBDT-യിലൊക്കെ ഈ ഒരു ഗ്രേഡിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്രേഡിയൻസിൻ്റെ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഹെസിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള സ്റ്റെപ്പ് സൈസും കൂടി കോൺഫിഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഡയറക്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണതിൻ്റെ കൂടെ ഈ സ്റ്റെപ്പ് സൈസും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർ സ്റ്റെപ്സ് ആണോ, കറക്റ്റ് ഡയറക്ഷൻ ആണോ എന്നും കൂടി വരും. എൻഷുവർ ചെയ്യണം അത് കറക്റ്റ് ഡയറക്ഷനിലാണോ പോകുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഈ ഒരു ഗെയിൻസ് കളക്ട് ചെയ്യുന്നത്. ഗെയിൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, ആ ലീവ്സിലാണ് റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് ലാംഡ എന്നുള്ള ടേം ഉണ്ടല്ലോ, ലാംഡ നമുക്ക് റെഗുലറൈസേഷൻ്റെ സ്ട്രെങ്ത് ആണ് മീൻ ചെയ്യുന്നത്. ലോ ലാംഡ ആണെന്നുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. ബട്ട് ഹൈ ലാംഡാസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആ ഒരു നോട്ട്സും കൂടി റിമൂവ് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ L1 ഓർ L2 എന്നുള്ള ടേംസ് യൂസ് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് ആണ് അത് വരിക. ആ ഒരു ആൽഫ റെഗുലറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2 വേരിയബിൾ കാണിച്ചിരുന്നില്ലേ, ഇത് ലാംഡ L2 ലീഫ് റെഗുലറൈസേഷൻ ആൻഡ് L1 ലീഫ് ലാംഡയും ആൽഫയും. സോ ഒരു ഫസ്റ്റ് ആണ് ആ ഒരു 0 ആക്കുന്ന ടൈപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീവ്സും കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു 3 വരുന്നത്. ഒരെണ്ണം ഗാമ, നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു മിനിമം സ്പ്ലിറ്റ് ലോസ് എത്ര ഉണ്ട് എന്നുള്ളത്. റൈറ്റും ലെഫ്റ്റും എടുക്കാനുള്ള ഒരു സ്പ്ലിറ്റ് ലോസ് കണ്ടുപിടിച്ചായിരുന്നു. GLൻ്റെ ടേമിലാണ് നോക്കുക. അതിൻ്റെ കൂടെ ഹെസിയൻ്റെ ഒരു വാല്യൂസും കൂടി ചെക്ക് ചെയ്യും. മിനിമം ഗെയിൻ റിക്വയർഡ് ടു മേക്ക് എ സ്പ്ലിറ്റ്. അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടെന്നാണ് അത് തീരുമാനിക്കുന്നത്. ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം, മിനിമം സ്പ്ലിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ആണത്. അത് ഗാമ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഹയർ ഗാമ, ഷാളോവർ ട്രീസ്, ഷാളോവറും ഡീപ്പ് ട്രീസും എന്താണ്? ഷാളോ ട്രീസും ഡീപ്പ് ട്രീസും ഡെപ്ത് സൈസ് കുറവുള്ള സംഭവം. ഡീപ്പാണെന്നുണ്ടെങ്കിൽ ഡെപ്ത് സൈസ് കൂടുതൽ, കോംപ്ലക്സിറ്റി കൂടിയ ട്രീസ്. സോ ഹയർ ഗാമയാണെന്നുണ്ടെങ്കിൽ ഷാളോ ട്രീസ് ആണ്. മോർ കൺസർവേറ്റീവ് ട്രീസ് ഡയറക്ട്ലി ക്യാപ്സ് ട്രീ കോംപ്ലക്സിറ്റി. ആൻഡ് ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിലേക്ക് വരുമ്പോൾ റെഗുലറൈസേഷൻ ലാംഡ എന്ന് പറഞ്ഞിട്ട് സെയിം വേരിയബിൾ ആണ് അവിടെ യൂസ്, ആ സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്നത്. മോഡലിൻ്റെ പാരാമീറ്റേഴ്സ് കൊടുക്കില്ലേ, നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആ റെഗുലറൈസേഷൻ ലാംഡ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ, അങ്ങനെയാണ് കൊടുക്കുക. ഈ ഒരു ടേംസ് ഇതാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അത് ഗാമ ലാംഡ എന്ന് ഇട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ അപ്പുറത്ത് റെഗുലറൈസേഷൻ ലാംഡ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതും ഈ റെഗുലറൈസേഷൻ ആൽഫ, മിനിമം സ്പ്ലിറ്റ് ലോസ് ഇങ്ങനെയാണ് കൊടുക്കുക. നമ്മൾ ഈ ഒരു സിമ്പിൾസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പാരാമീറ്റേഴ്സ്. ദെൻ ലാംഡ എന്ന് പറയുമ്പോൾ L2 പെനാൽറ്റി ഓഫ് ലീഫ് വെയ്റ്റ്സ്, ഹയർ ലാംഡ സ്മോളർ സ്മൂത്തർ ലീഫ് വാല്യൂസ്. ഏതിലാണ് സ്മൂത്തനിങ് ചെയ്യുന്നത്? L2-നാണോ L1-ലാണോ, ലാസോ റിഡ്ജിലാണോ? ഏത് റെഗുലറൈസേഷനിലാണ് വാല്യൂസ് 0 ആക്കാണ്ട് വാല്യൂസ് സ്മൂത്തനിങ് ചെയ്യുന്നത്? L2-ൽ, റിഡ്ജിൽ. അപ്പോൾ അതാണ് ഈ ഒരു റെഗുലറൈസേഷൻ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ടേം. ഓക്കെ, അതിൽ ലാംഡ സ്മോളർ ആണെന്നുണ്ടെങ്കിൽ ദെൻ സ്മൂത്തർ ലീഫ് വാല്യൂസ് ആണ് കിട്ടുക. ദെൻ ലെസ് സെൻസിറ്റിവിറ്റി ടു എനി സിംഗിൾ ലീവ്സ് ഡാറ്റ. ദെൻ ആൽഫ റെഗുലറൈസേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ L1 പെനാൽറ്റി ഓൺ ലീഫ് വെയ്റ്റ്സ്. അതിലാണ് ആ ഒരു വാല്യൂസ് 0 ആക്കുന്ന ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ക്യാൻ പുഷ് വീക്ക് ലീഫ് വെയ്റ്റ്സ് ടു എക്സാക്ട്ലി 0. അവിടെ എന്താ ചെയ്തായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലാത്ത ലീവ്സ് ഉണ്ടാവുമല്ലോ ക്രിയേറ്റ് ചെയ്തത്, അതായത് ഇൻഫർമേറ്റീവ് അല്ലാത്ത ടൈപ്സ്, അവിടെ യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ള ടൈപ്സിലാണ് അത് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ വെയ്റ്റ്സ് 0യിലേക്ക് പുഷ് ചെയ്യുന്നത്. 0 പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് റിമൂവ് ചെയ്യുന്നതിന് ഈക്വലാണ്. ഓക്കെ, സോ അതാണ് L1-ഉം L2-ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ്.
സ്പാർസിറ്റി എഫക്ട് യൂസ്ഫുൾ വിത്ത് മെനി ഫീച്ചേഴ്സ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്കത് മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ടൈമിലാണ് ഈ ഒരു റെഗുലറൈസേഷൻ യൂസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ അതിൻ്റെ പാരാമീറ്റേഴ്സിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ് XGBoost. ഓക്കെ, അതിന് അടുത്തതിൻ്റെ കൂടെ വരുന്നതാണ് നേരത്തെ പറഞ്ഞ ലേണിംഗ് റേറ്റ് എന്നുള്ള ടേം. അത് ഇതിൽ എറ്റാന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആഫ്റ്റർ ഈച്ച് ട്രീ സ്കെയിൽസ് കോൺട്രിബ്യൂഷൻ, അതായത് വൈ ക്യാപ്പ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറൻറ്റ് സിറ്റുവേഷനാണ് അനലൈസ് ചെയ്യുന്നത്. ഇത് അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. പാരാമീറ്റേഴ്സ് ലേണിംഗ് റേറ്റും യൂസ് ചെയ്യുന്നുണ്ട് അതിൽ. എറ്റാന്ന് പറഞ്ഞിട്ടുള്ളത് പാരാമീറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ഒരുപാടുണ്ടത്. നമുക്ക് ആവശ്യമുള്ള കേസിൽ മാത്രം ഫുള്ള് ഇത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ട്യൂണിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഇതിൽ ട്യൂണിങ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, റെഗുലറൈസേഷനൊക്കെ അതിൻ്റെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹൈ വാല്യൂ ആണ് വരണമെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് റിമൂവ് ചെയ്ത് പോകില്ലേ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്യൂണിങ്ങും കൂടി ആവശ്യമാണ്. ആവശ്യമുള്ള കൊടുത്താൽ മതി, പക്ഷെ ഇതിലെല്ലാം എല്ലാ ടൈമൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് എടുക്കുക. ആൻഡ് ലേണിംഗ് റേറ്റ്, ഈ വൈ ക്യാപ്പ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് കറൻ്റ്ലി ഒരു മോഡൽ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ 1/1 ആയിട്ടാണ് ഈ ഒരു മോഡൽസ് അപ്ലൈ ചെയ്യുക. ഡിസിഷൻ ട്രീസ് ഓരോ സ്റ്റെപ്പിൽ ബൂസ്റ്റിങ്ങിൽ അപ്ലൈ എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ. 1/1 ആദ്യത്തെ ഒരു മോഡലിൻ്റെ എററിൻ്റെ ബേസിലാണ് അടുത്തത് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ വൈ ക്യാപ്പ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് സിറ്റുവേഷനിൽ ഏത് ലെവലിലാണോ അത് നിൽക്കുന്നത് അതാണ് വൈ ക്യാപ്പ് ഓഫ് ടി. ദെൻ ഈക്വൽ ടു വൈ ക്യാപ്പ് ഓഫ് ടി -1 എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം nth ടേമിലാണ് ഒരു മോഡൽ നിൽക്കുന്നത്. T-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേം ട്രീ അപ്ലൈ ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, അതായിരിക്കും അത്. ദെൻ പ്ലസ് ന്യൂ FT ഓഫ് എക്സ്, ആ ഒരു കറൻറ്റ് ട്രീയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, എററിൻ്റെ ആ ഒരു ഫൈൻഡിങ്സും ഇതൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുമല്ലോ, അതാണ് അത് മീൻ ചെയ്യുന്നത്. ടിപ്പിക്കൽ വാല്യൂസ് 0.01 ടു എന്ത് ചേഞ്ച് വരുത്തുന്നു എന്നില്ലേ, അതായത് പ്രീവിയസ് ട്രീന്ന് എന്ത് ചേഞ്ച് വരുത്തുന്നു എറേഴ്സിൻ്റെ ബേസിൽ. എറേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതായത് പ്രോപ്പർ പ്രഡിക്ഷൻസും എറർ പ്രഡിക്ഷൻസും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മോഡൽ കൺഫ്യൂസ് ആവും. ഒരു മോഡലിൽ 86% അക്യുറസി വരുന്നുള്ളൂ പറഞ്ഞാൽ എന്താ മീനിങ്, കറക്റ്റാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്, ബാക്കി 14% റോങ് ആയിട്ടാണ്. സോ 86ഉം ആ ഒരു 14 കൂടി ഒരേപോലെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ മോഡലിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതായത് എററും കറക്റ്റുള്ള പ്രഡിക്ഷൻസും ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിനക്കിപ്പോൾ കറക്റ്റ് പ്രഡിക്ഷൻസും തരികയാണ്, എററുള്ള പ്രഡിക്ഷൻസും തരികയാണ്. നിനക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അക്യുറസി വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷെ അത് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രോപ്പർലി നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, അക്യുറസി മാത്രം വെച്ചിട്ട് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എറർ വരുന്ന സംഭവങ്ങളില്ലേ, പോയിന്റ്സ്, ഏതൊക്കെ പ്രഡിക്ഷൻസ് ആണോ എറർ വരുന്നത് അങ്ങനത്തെ 40%. അപ്പോൾ ആ ഒരു 14%നെ ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ എറേഴ്സിൻ്റെ വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റ് പ്രഡിക്ഷൻസ് നമ്മളൊന്നും ചെയ്യുന്നില്ല, എറർ വരുന്നത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിർത്തും. എന്നിട്ട് അതിലാണ് അടുത്ത മോഡൽ അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക. കാരണം ഈ 80%, 86% പിന്നെ തൊടേണ്ട കാര്യമില്ലല്ലോ, കറക്റ്റായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ 14% കറക്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ് നമ്മുടെ ഗോൾ. അപ്പോൾ ആ 80% അവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 20%, 16% അവിടെ കറക്റ്റ് ആക്കാൻ നോക്കും. അതിനാണ് ബൂസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ബൂസ്റ്റിംഗ് എന്നുള്ള ടേം അതാണ് വരുന്നത്. 1/1 ആണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ റാൻഡം ഫോറസ്റ്റിൽ എങ്ങനെയായിരുന്നു, 1/1 ആണോ ചെയ്തത്? പാരലലി ആണ് ട്രീസ് അപ്ലൈ ചെയ്തിരുന്നത്, എല്ലാം കൂടി വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ബൂസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ടേം ആലോചിച്ചാൽ മതി, ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അതിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്തിട്ട് ബെറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. ആ എറർ ഹൈലൈറ്റ് ചെയ്യും. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലേ. ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പാർട്ടുണ്ട്,
നോർമൽ പാർട്ടും ഉണ്ട്. നോർമൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എറർ ഇല്ലാത്ത പാർട്ട്, അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ എറർ മാത്രം കറക്റ്റ് ചെയ്തിട്ട് അതിന് ഒരു ബൂസ്റ്റിംഗ് പെർഫോമൻസ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് എററിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അല്ല, ലേണിംഗ് റേറ്റ് ഗ്രേഡിയൻസിൽ വരുന്നതാണ്. സ്റ്റെപ്പ് സൈസ് ഉണ്ടാവില്ലേ, അത് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ആ എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെപ്പിലല്ലല്ലോ കറക്റ്റ് ചെയ്യുന്നത്, 1 by 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എത്ര ലേണിംഗ് റേറ്റ്, ഷെഡ്യൂളേഴ്സ് ഇതൊക്കെ പറഞ്ഞില്ലേ, എത്ര സ്റ്റെപ്പ് സൈസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതാണ് ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അത് 0.01 സ്റ്റാർട്ട് ചെയ്യും. ലേണിംഗ് റേറ്റ് 10 ആണോ 1 ആണോ നോക്കട്ടെ. ശ്രീഹരി നോട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, വായിക്കണം. തിരക്കിലെ ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് എന്തായിരുന്നു നാട്ടിൽ വന്നതിന് നാട്ടിൽ നിന്ന് 2 ദിവസം ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് 2 ദിവസം നാട്ടിൽ വന്നിട്ട് കയറാൻ പറ്റുന്നത്. ഡ്രൈവിലുണ്ടാവും കേട്ടോ മറ്റേ പ്രസന്റേഷനും ഇതൊക്കെ. ലിങ്ക് ഉണ്ട്. ലിങ്ക് ഉണ്ട്. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു. സീറോ 0.1 കാണിക്കുന്നത്, അത് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാർക്കും കാണിക്കുന്നുണ്ട്. 0.001 അല്ലെങ്കിൽ 0.01 നോർമലി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഷെഡ്യൂളേഴ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇതേ ഒരു റേഞ്ചിൽ സെയിം ആയിരിക്കില്ല ലേണിംഗ് റേറ്റ് എപ്പോഴും. ഇപ്പോൾ നമ്മളൊരു ആ ഒരു ഹില്ലിൻ്റെ കേസിലെടുക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റീപ്പാണെന്ന് വയ്ക്കുക. ഭയങ്കര സ്റ്റീപ്പാകുമ്പോൾ നമുക്ക് ടോട്ടലി ഫാസ്റ്റായിട്ട് മൂവിക്കാൻ പറ്റും ഇല്ലല്ലോ. ഓരോ റീജിയൺ അനുസരിച്ചിട്ടാണ് ഈ ഒരു ലേണിംഗ് റേറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഫ്ലാറ്റ് സർഫേസ് ആയതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. ഭയങ്കര കുത്തനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോറായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു റീജിയൺ അനുസരിച്ചിട്ടാണ് ലേണിംഗ് റേറ്റ് മെൻഷൻ ചെയ്യുക. And smaller new needs more trees but generalize better. It leaves room for later trees to correct. So, and row column subsampling. Subsample trains each tree on a random fraction of rows. All sample by tree restrict each tree to a random subset of features. Both inject randomness reminiscent of random forest cutting variance further. So ഈ ഒരു ഇതിലും റാൻഡം ഫോറസ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ സബ് സാമ്പിളിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് കോളം സാമ്പിൾ ബൈ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. റാൻഡം ഫോറസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, അതിന് ഡിഫറെൻറ്റ് സാമ്പിൾസിലാണ് ഓരോ ട്രീസിനെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. സെയിം ഒരു പ്രൊസീജിയർ ഇവിടെ ഉണ്ട്. അതാണ് റോ കോളം സബ് സാമ്പിളിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിസ്സിങ് വാല്യൂസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡലിൽ. അത് ചെക്ക് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു നമ്മൾ ലീഫിൻ്റെ കേസിൽ പ്രോപ്പറായിട്ടാണോ അത് ബിൽഡ് ചെയ്യണമെന്ന് നോക്കിയില്ലേ, ആ GL ഹെസിയനെ യൂസ് ചെയ്തിട്ട്. അതേപോലെ മിസ്സിംഗ് വാല്യൂസ് ആ ഫീച്ചറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റൂട്ടിംഗ് ദ ലെഫ്റ്റ്, റൂട്ടിംഗ് ദ റൈറ്റ്. സോ
real data has missing values, one hot zeros and sparse features. XGBoost handles this natively rather than requiring imputation. Imputation ഉള്ള മെത്തേഡ് യൂസ് ചെയ്യാണ്ട് നേറ്റീവ്ലി ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് കീപ് വിച്ച് എവർ ഗിവ്സ് ഹയർ ഗെയിൻ. അവിടുന്ന് പ്രോപ്പർ ഇൻഫർമേഷൻ എവിടെയാണോ വരുന്നത് ആ ഒരു ഇതിലോട്ട് ആ വാല്യൂസ് അസൈൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണ് അത് ചെയ്യുന്നത്. പ്രോപ്പർ വേരിയൻസ് എവിടെയാണോ വരുന്നത്, ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ വരുന്ന ആ ഒരു ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അത് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കിയിട്ട് അവിടേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഈ ഒരു മോഡലിൽ. ഇമ്പ്യൂട്ടേഷൻ നമ്മളിപ്പോൾ മാനുവലി ചെക്ക് ചെയ്തിട്ട് 0 അല്ലെങ്കിൽ മീഡിയം മോഡ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യില്ലേ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിന് ഓട്ടോമാറ്റിക്കലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് കുറേ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഡീഫോൾട്ടായിട്ട് അതിന് വരുന്നുണ്ട്. ആൻഡ് ദ ലേൺഡ് ഡീഫോൾട്ട് ഡയറക്ഷൻ ഫോർ മിസ്സിംഗ് വാല്യൂസ് ഈസ് സ്റ്റോർഡ് പെർ നോഡ്. അറ്റ് പ്രഡിക്ഷൻ ടൈം എനി റോ മിസ്സിംഗ് ദാറ്റ് ഫീച്ചർ ഈസ് ഓട്ടോമാറ്റിക്കലി സെൻഡ് ദ ലേൺഡ് വേ. നോ മാനുവൽ ഇമ്പ്യൂട്ടേഷൻ സ്ട്രാറ്റജി റിക്വയർഡ് ആൻഡ് ഇറ്റ്സ് ലേൺഡ് ഫ്രം ഡാറ്റ നോട്ട് ആസ്. ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് അവിടെ ഫില്ലിങ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് മീഡിയം മോഡ് അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും റിപ്ലേസ് ചെയ്യേണ്ടത്. അത് ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് അവിടെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൺട്രി വരികയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ഒക്കെ അല്ലേ ഫില്ല് ചെയ്യുക, അത് ഇത് ഓട്ടോമാറ്റിക്കലി അനലൈസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും. ആൻഡ് വൈ ഇറ്റ്സ് കോൾഡ് എക്സ്ട്രീം ആൻഡ് പാരലൽ സ്പ്ലിറ്റ് ഫൈൻഡിങ് features values are pre-sorted and stored in compressed column blocks, so finding the best split across features happens in parallel, not sequentially. അപ്പോൾ നമ്മൾ കെ ഫോൾഡൊക്കെ ചെയ്തപ്പോൾ സ്പ്ലിറ്റ് ചെയ്തായിരുന്നില്ലേ, ഈ സെയിം ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടുന്ന് കോമ്പിനേഷൻസ് വെച്ചിട്ടായിരുന്നു ബെസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഒക്കെ എടുത്തായിരുന്നില്ലേ ട്യൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഏത് സ്പ്ലിറ്റിലാണോ ഈ കൊടുത്ത കോമ്പിനേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഈ ഒരു ബെസ്റ്റ് എസ്റ്റിമേറ്ററും ബെസ്റ്റ് പാരാമീറ്ററും ഒക്കെ എടുത്തായിരുന്നത്. സോ ഇതിന് ഒരു പാരലായിട്ട് ആ ഒരു സ്പ്ലിറ്റ് ഫൈൻഡിങ്ങിനുള്ള എഫിഷ്യൻസി കൂടുതലാണ് ഈ ഒരു മോഡലിന്. ആൻഡ് ക്യാഷ് എവർ ആക്സസ് നല്ല പറഞ്ഞു തന്നില്ലേ, ക്യാഷ് മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുക? ക്യാഷ് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഏതൊക്കെ മെമ്മറി ടൈപ്സ് അറിയാം? റാം, റോം, ക്യാഷ്. ക്യാഷ് എന്തിനാണ് യൂസ് ചെയ്യും? ക്യാഷയുടെ സ്റ്റോറേജ് വലുതാണോ ചെറുതാണോ? വലുതാണോ? ആണോ? ക്യാഷയുടെ സ്റ്റോറേജ് സൈസ് വലുതാണോ ചെറുതാണോ? ഇങ്ങനെ പറഞ്ഞ മീഡിയം. എന്തുകൊണ്ടാ? ക്യാഷ് ആക്ച്വലി എക്സ്പെൻസീവും ആണ് മെമ്മറി ആൻഡ് ചെറുതുമാണ്. ഓക്കെ, അതായത് റാം നമുക്ക് ഇപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അതിൽ ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ക്യാഷ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചില വാല്യൂസ് ഉണ്ട്. ഏറ്റവും താഴത്ത് വരുന്നത് വേറെ നോക്കട്ടെ, ബെറ്റർ.
cache memory is a small, fast memory unit located close to the CPU. It stores frequently used data and instructions. Okay, ഇപ്പോൾ നമുക്ക് ഒരു സംഭവം ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഇൻസ്റ്റൻ്റ്ലി ആവശ്യമുള്ള സാധനങ്ങളാണ് അവിടെ സ്റ്റോർ ചെയ്യുക. ടെമ്പററി ആണത്. ഇത് സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താണോ കറണ്ട് ഓപ്പറേഷൻ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അവിടെ ആവശ്യമുള്ള ആ ഒരു സംഭവം മാത്രമേ ക്യാഷിൽ ലോഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ റാമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്യാഷ് ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷേ എക്സ്പെൻസീവുമാണ്. സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവാണ്. കുറച്ച് സ്പേസേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് ഇതിലും താഴത്ത് വരുന്നതാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ്. നമുക്ക് ഈ ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി ഇൻ വിച്ച് ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ആക്സെപ്റ്റഡ് ദാറ്റ് ആർ ഇമ്മീഡിയറ്റ്ലി സ്റ്റോർഡ് ഇൻ ദി CPU. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് രജിസ്റ്റർ ഈസ് അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിലൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അഡ്രസ് രജിസ്റ്റർ എക്സെട്ര. അതിൻ്റെ ലെവൽ 2 വരുന്നതാണ് ക്യാഷ് മെമ്മറി. ദെൻ മെയിൻ മെമ്മറി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി മെമ്മറി, അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത്. സോ ക്യാഷ് എക്സ്പെൻസീവും ആണ്, സ്മോളും ആണ്. എക്സ്ട്രീംലി ഫാസ്റ്റ് മെമ്മറി ടൈപ്പ് ദാറ്റ് ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ റാം ആൻഡ് ദി CPU. ഇപ്പോൾ CPU ഈ ഒരു പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫയൽസും ഉണ്ടാകുന്നത്. ആ ഫയൽസ് റാമിലോട്ട് ലോഡ് ചെയ്യും. ലോഡ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വർക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഈ കണക്ഷൻസിന് വേണ്ടിയിട്ടാണ് അതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സും ഇതൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഡീറ്റെയിലിങ്ങിനാണ് ഒരു ക്യാഷ് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ക്യാഷ് വർക്ക് ചെയ്യുക. ആൻഡ് ഹോൾസ് ഫ്രീക്വൻ്റ്ലി റിക്വസ്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതാണ് ക്യാഷിൽ ഉണ്ടാവുക. ആൻഡ് എൻഷുറിങ് ദാറ്റ് ദേ ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു ദ CPU വെൻ നീഡഡ്. സോ ഒരു കണക്ഷൻ പോലെയാണ് ഈ ഒരു ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. ഫയലും ഉണ്ട്, അത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് റാമിൽ റൺ ചെയ്യുന്നുണ്ട്. സോ അത് പ്രോപ്പർലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസും ഇതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാവില്ല, അപ്പോഴൊക്കെയാണ് ക്യാഷ് ബെനിഫിറ്റ് ചെയ്യുന്നത്. സോ ഗ്രേഡിയൻറ്റ് സ്റ്റാറ്റിക്സ് ആർ അറേഞ്ച്ഡ് ഫോർ ക്യാഷെ ലൊക്കാലിറ്റി. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്ക് ഉണ്ടാവുമല്ലോ, അത് ഗ്രേഡിയൻസിൽ ക്യാഷെ എവർ ആക്സസ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ മിനിമൈസിങ് കോസ്റ്റ്ലി മെമ്മറി ഫെച്ചസ് ഡ്യൂറിങ് ദ ടൈറ്റസ്റ്റ് ഇന്നർ ലൂപ്സ് ഓഫ് ട്രീ ബിൽഡിംഗ്. അതിൽ ട്രീസിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് എവർ ആക്സസ് യൂസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് റീലോഡ് ചെയ്യുമ്പോൾ അതിനെക്കാട്ടും ടൈം വരും. ഇപ്പോൾ മെയിൻ മെമ്മറിയിലൊരു സംഭവം റൺ ചെയ്യിക്കുകയാണ്, അപ്പോൾ അതിൽ കൂടുതൽ ടൈം എടുക്കും. ക്യാഷ് എന്നാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫാസ്റ്റ് ആണല്ലോ, അപ്പോൾ അവിടെ നിന്ന് ലോഡ് ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം കൺസെപ്ഷൻ കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ആക്സസ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ട്രീ ബിൽഡ് ചെയ്യുമ്പോഴാണ്, ബേസ് മോഡൽ ട്രീ ആണല്ലോ എടുക്കുന്നത്, അപ്പോൾ ആ ഒരു ട്രീ ബിൽഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ഡെപ്ത് ഇൻക്രീസ് ഒക്കെ ആവുക എന്നുണ്ടെങ്കിൽ ഹെവി ട്രീ ആയിട്ട് വരും. അതിൻ്റെ ആ ഒരു ക്ലീനിങ് പ്രോസസ്സിനും അല്ലെങ്കിൽ ക്രിയേറ്റിങ്ങിനും ഒക്കെയാണ് ഈ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. Then out of core computation, data too big for RAM is split into disk blocks and compressed, letting execute strain on data set larger than available memory. അതായത് ഇതിൽ ചങ്ക്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചങ്ക്സ് എന്ന് പറഞ്ഞിട്ട് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ
ഒരു പ്രോബ്ലം. ഇത് 1 by 1 ഈ ഒരു ടാസ്ക് ടോട്ടലി അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ടോട്ടലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 hour ടൈം എടുക്കും. 1 hour. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് മൾട്ടി കോർ സി പി യു എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഇല്ലേ, സി പി യുസ് കോർ യൂസ് ചെയ്യാൻ നമ്മൾ എൻ ജോബ്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ആ ഒരു ടൈമിൻ്റെ ഡിലേ നോക്കിയിരുന്നില്ലേ. അപ്പോൾ എൻ ജോബ്സ് അപ്ലൈ ചെയ്യണതിൻ്റെ മുന്നേ ഇങ്ങനെയാണ് അത് യൂസ് ചെയ്തായിരുന്നത്. എനിക്കിതിൻ്റെ മുന്നേ ആ ഷെല്ല് റൺ ചെയ്യിപ്പിച്ചപ്പോൾ ഇത് കൊടുക്കാണ്ട് റൺ ചെയ്യിച്ചപ്പോൾ 1 minute 35 സെക്കൻഡാണ് വന്നത്. ഈ എൻ ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സി പി യു കോഴ്സ് ആക്സസ് ചെയ്യാനാണ്. സി പി യു കോഴ്സ് ആക്സസ് ചെയ്യാൻ എനിക്ക് ഇതിൽ റൺ ചെയ്യിച്ചപ്പോൾ 50.8 സെക്കൻഡാണ് വരുന്നത്. മൾട്ടി സി പി യു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു സിംഗിൾ കോറിൽ റൺ ചെയ്യിക്കുക എന്നുണ്ടെങ്കിലാണ് സിംഗിൾ കോറിൽ റൺ ചെയ്യിക്കുമ്പോഴാണ് ഈ ഒരു 1 സെക്കൻഡ് അല്ല മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, സിംഗിൾ കോറിൽ, അതായത് ഈ ഫുൾ കോർ ആക്സസ് കൊടുക്കാണ്ട് ഒറ്റ ഇതിൽ റൺ ചെയ്യിക്കുമ്പോഴാണ് ഈ ഒരു 1 minute 35 സെക്കൻഡ് അവിടെ വരുന്നത്. എനിക്ക് ടോട്ടൽ കോഴ്സിൻ്റെ ആക്സസ് കൊടുത്തപ്പോൾ 15.8 സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ആയി കിട്ടി. സോ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലേ ടോട്ടൽ കോഴ്സ് ആക്സസ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കേസിൽ ഈ സെയിം കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഡയറക്റ്റ്ലി ഇങ്ങനെ റൺ ചെയ്യിക്കുമ്പോൾ 1 hour എടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ഡിസിഷൻ ട്രീയിൽ ക്രിയേറ്റ് ചെയ്യില്ലേ. നമ്മളൊരു പ്രോബ്ലത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ ഡിസിഷൻ ട്രീയിൽ എടുക്കുക. ഇതിലെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 core ഉണ്ടെന്നുണ്ടെങ്കിൽ 8 പാർട്ടാക്കിയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 8 പാർട്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിനെ ഓരോ ഇൻസ്റ്റൻസും ഓരോ പാർട്ടിൽ റൺ ചെയ്യിക്കാൻ പറ്റും. എന്നിട്ട് ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൈൻഡിങ്സ് ഉണ്ടാവുമല്ലോ, ഡിസിഷൻ ട്രീയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നിൻ്റെയും ഫൈൻഡിങ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേ പ്ലസ് അങ്ങനെ 8 ഫൈൻഡിങ്സും കമ്പൈൻ ചെയ്യും ഒരു സ്റ്റേജിൽ. കമ്പൈൻ ചെയ്തിട്ട് എന്താണോ ഈ ഒരു ടാസ്കിൻ്റെ ഔട്ട്കം അത് ഫൈനലി അനലൈസ് ചെയ്യണത്. ഓരോ പാർട്ടിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളക്ഷൻസ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇതെല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട്കം എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. സോ ഈ 1 hour എന്നുള്ളത് മേ ബി ഒരു 10 മിനിറ്റോ അതിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു ഇതിലും ചെയ്യുന്നത് ഔട്ട് ഓഫ് കോർ കമ്പ്യൂട്ടേഷനിൽ. അതിൻ്റെ എക്സാക്ട്ലി നമ്മളല്ലാണ്ട് ഒരു 1 million 2 million ഒക്കെ ഡാറ്റ ഇവിടെ റൺ ചെയ്യിക്കുമ്പോൾ 1 hour ഒക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 minute ഒക്കെ വരേണ്ടി വരും. ഓരോ സെൽസ് റൺ ചെയ്യുമ്പോൾ ഒരു 5 minute വരേണ്ടി വരും. സോ ഇവിടെ വരുമ്പോൾ അത് ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡായിട്ട് കുറയ്ക്കാൻ പറ്റും ഓരോ ഷെൽസും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മാക്സിമം ഡെപ്ത് അറിയില്ലേ? മാക്സിമം ഡെപ്ത് അറിയില്ലേ? പിന്നെ വരുന്ന നേരത്തെ പറഞ്ഞ ഒരു ലേണിംഗ് റേറ്റ്, സ്റ്റെപ്പ് സൈസ് പെർ ട്രീ. ഓക്കെ, അതിൽ എറർ കറക്റ്റ് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ്. എൻ എസ്റ്റിമേറ്റേഴ്സ് ഇവിടെ ട്രീസിന്
ട്രീസിൻ്റെ പേരില്ല, നമ്പർ ഓഫ് ബൂസ്റ്റിംഗ് റൗണ്ട്സ് ആണ്. ബൂസ്റ്റിംഗ് റൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സീക്വൻഷ്യലി ആണല്ലോ ചെയ്യുന്നത്. മറ്റേൽ നമ്പർ ഓഫ് ട്രീസ് യൂസ് ചെയ്യുമ്പോൾ പാരലലി അത് മൊത്തം യൂസ് ചെയ്യുന്നുണ്ട്. പാരലലി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ റാൻഡം ഫോറസ്റ്റ് ആണെന്ന് വെക്കുക. ഇതിൽ എല്ലാ ട്രീസും അപ്ലൈ ചെയ്യുന്നത് ഒരേ സ്റ്റെപ്പിൽ തന്നെ ആയിരിക്കും. അപ് ടു 100 വരെ ഉണ്ടെന്ന് വെക്കുക. 100 ട്രീസും ഈ ഒറ്റ സ്റ്റെപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, റാൻഡം ഫോറസ്റ്റിൽ ഈ എക്സിബൂസ്റ്റ് എന്നുള്ള ടൈപ്പിൽ വരുമ്പോൾ M1 എന്ന് പറഞ്ഞാൽ മോഡൽ 1, അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1 by 1 ആണ്. ഇവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള ഉണ്ടാവും, എറേഴ്സും ഉണ്ടാവും. സോ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എറേഴ്സിനെ കറക്റ്റ് ചെയ്തിട്ട് ബെറ്റർ പെർഫോമൻസ് കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ബൂസ്റ്റിങ്ങിൽ നടക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ട്രീസ് ടോട്ടലി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈൻഡിങ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിൽ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബൂസ്റ്റിംഗ് റൗണ്ട്സ് ആണ്. അത് ടിപ്പിക്കൽ വാല്യൂസ് 100 to 2000 പ്ലസ് ആണ് വരിക. എത്ര വേണമെങ്കിലും വരാം, എത്ര ബൂസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇത്ര ലെവലിൽ നിന്ന് ഫിക്സ്ഡ് അല്ല. നമ്മൾ ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഏർലി സ്റ്റോപ്പിംഗ് ഗ്രേഡിയൻസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു. നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ കൺസെപ്റ്റ്. അത് വേണമെങ്കിൽ ഇതിൽ വരാം. അതായത് ഇത്ര റൗണ്ടിൽ 99% അക്യുറസി വരണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. അതിൻ്റെ 500 സ്റ്റെപ്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, 500 റൗണ്ട്സ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 200 റൗണ്ട്സ് ആകുമ്പോൾ അത് റീച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. ഗാമ എന്ന് പറയുമ്പോൾ മിനിമം ഗെയിൻ ടു സ്പ്ലിറ്റ്, നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ ഗെയിൻ ഇല്ലേ, അത് മിനിമം ഗെയിൻ എത്ര വേണം എന്നുള്ളത്. ദെൻ ലാംഡയും ആൽഫ ആ ഒരു L2ൻ്റെ L1ൻ്റെയും റെഗുലറൈസേഷൻ്റെ സ്ട്രെങ്ത്ത്. ദെൻ സബ് സാമ്പിളിങ് നേരത്തെ പറഞ്ഞില്ലേ, ഓരോ റാൻഡം ഫോറസ്റ്റിൽ യൂസ് ചെയ്യുന്ന പോലെ കോളം സാമ്പിളിങ്ങോ അല്ലെങ്കിൽ റോ സാമ്പിളിങ്ങോ ഇവിടെ നടക്കുന്നുണ്ട്. ആ ഒരു ഡാറ്റ ഒരു ട്രീ എടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന മിസ്റ്റേക്ക് അടുത്ത ട്രീ റിപ്പീറ്റ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് റാൻഡം ഫോറസ്റ്റിൽ സാമ്പിളിങ് ചെയ്യുന്നത്. അതേ മെത്തേഡ് ഇവിടെയും ചെയ്യുന്നുണ്ട്. ദെൻ സബ് സാമ്പിളിങ്, കോളം സാമ്പിളിങ് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഫീച്ചർ സാമ്പിളിങ് പെർ ട്രീ. ദെൻ മിനിമം ചൈൽഡ് വെയിറ്റ്, മിനിമം ഹെസിയൻ, രണ്ടാമത്തെ ഒരു ടേമും കൂടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ, ഹെസിയൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ചൈൽഡ് വെയിറ്റ് അതും ഈ പ്രോപ്പറായിട്ടാണോ ആ ഒരു ലീവ്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് കൂടി നോക്കി വെച്ചാൽ മതി. റേഞ്ച് നോക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂണിങ് ചെയ്യുമ്പോൾ ആ ഒരു റേഞ്ചിലല്ലേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് ടിപ്പിക്കൽ റേഞ്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ കൊടുക്കാറില്ല ട്യൂണിങ് ചെയ്യുമ്പോൾ. 3 to 10 ആണെന്നുണ്ടെങ്കിൽ 3 to 15 നമ്മൾ കൊടുക്കാറില്ലല്ലോ. അതിൻ്റെ ഉള്ളിലുള്ള റേഞ്ച് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് റേഞ്ച് നോക്കുന്നത്. എൻ്റെ കോമൺ ട്യൂണിങ് പാത്ത് സ്റ്റാർട്ട് വിത്ത് മോഡറേറ്റ് മാക്സിമം ഡെപ്ത് ആൻഡ് ലോ എറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് റേറ്റ് ആൻഡ് ഏർലി സ്റ്റോപ്പിംഗ് ആണ് വാലിഡേഷൻ സെറ്റ്. ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ദെൻ ട്യൂൺ ഗാമ, ലാംഡ, ആൽഫ. ഗാമ എന്താണ്, ആ ഒരു സ്പ്ലിറ്റിന് പ്രോപ്പറായിട്ടാണ് വരുന്നതെന്നുള്ളൂ. മിനിമം ഗെയിൻ ടു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പാരാമീറ്റേഴ്സ് മാക്സിമം ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ പ്രൊഡിക്ഷൻസ് ഷുവറാണ്. ആൻഡ് ബാക്കിയുള്ള മോഡൽസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാണ്. ബാക്കിയുള്ള മോഡൽസ് റാൻഡം ഫോറസ്റ്റും ഉണ്ടാവും ആൻഡ് പ്ലെയിൻ GBDT മീൻസ് ഗ്രേഡിയൻറ്റ് ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീ ആൻഡ് XGBoost. കളേഴ്സ് നോക്കിയാൽ മതി. ആ ബ്ലൂ റാൻഡം ഫോറസ്റ്റിൻ്റെ
മെസ്സിങ് ഡാറ്റ ഹാൻഡ്ലിങ് ബെറ്റർ ആയിട്ട് XGBoost-ലാണ് വരുന്നത്. സെക്കൻഡ് പ്ലേസ് ഈ ഒരു റാൻഡം ഫോറസ്റ്റ് എന്നുള്ളതിന്. പിന്നെ നെക്സ്റ്റ് പ്ലെയിൻ GBDT. ദെൻ ഇൻ്റർപ്രറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിസിഷൻ ട്രീ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കുറച്ചുകൂടി ഇൻ്റർപ്രറ്റബിലിറ്റി വരുന്നത്. ആൻഡ് റാൻഡം ഫോറസ്റ്റും GBDT ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത്. ദെൻ ഓർഫിറ്റ് റെസിസ്റ്റൻസ് റാൻഡം ഫോറസ്റ്റും XGBoost ഓൾമോസ്റ്റ് സിമിലർ ആണ്. ദെൻ പ്ലെയിൻ GBDT ഓർഫിറ്റ് ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. ദെൻ ട്രെയിനിങ് സ്പീഡ് കൂടുതൽ വരുന്നത് XGBoost, ദെൻ റാൻഡം ഫോറസ്റ്റ്, പിന്നെ GBDT. അക്യുറസി ഹൈ വരുന്നത് XGBoost. പക്ഷെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റാൻഡം ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും റാൻഡം ഫോറസ്റ്റിൻ്റെ സാമ്പിളിംഗ് ഒക്കെ ഇല്ലേ, അത് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രേഡിയൻ ബൂസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഫസ്റ്റ് ഓർഡർ മാത്രമല്ലാണ്ട് സെക്കൻഡ് ഓർഡർ ഹെസിയനും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാത്തിനെയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള വേർഷനാണ് XGBoost എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കോമ്പറ്റീഷൻസിനും ഹെവി ആയിട്ടുള്ള ടാബ്ലർ ഡാറ്റയിലും ഒക്കെ XGBoost ഫസ്റ്റ് പ്രിയോറിറ്റി ആകുന്നത്. ആൻഡ് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡാറ്റാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സിംഗിൾ മോഡൽസ് അല്ലെങ്കിൽ ഈ ചെറിയ എൻസെമ്പിൾ മെത്തേഡ്സോ യൂസ് ചെയ്യും. XGBoost യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള ഡാറ്റയിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് XGBoost ചെയ്യുന്നത്. ദെൻ റാൻഡം ഫോറസ്റ്റ് ഫാസ്റ്റ് ടു ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണത്. ഫാസ്റ്റ് ടു ട്രെയിൻ, ഹാർഡ് ടു ഓർഫിറ്റ്, ബട്ട് എ സീലിംഗ് ഓൺ അക്യുറസി സിൻസ് ട്രീസ് ഡോണ്ട് കറക്റ്റ് ഈച്ച് അതർ. അതിൽ റാൻഡം സാമ്പിളിംഗ് അല്ലേ ചെയ്യുന്നത്, ഓരോ പാർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റാൻഡം ഫോറസ്റ്റിൽ ഡാറ്റയുടെ ഓരോ പാർട്ട് മാത്രമാണ് സാമ്പിൾ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രീസ് കറക്ഷൻ ചെയ്യുന്നില്ല. എന്താണോ അക്യുറസി വരുന്നത് അത് മാക്സിമം അക്യുറസി വരും, പക്ഷെ അതിന് ഈ ഒരു ഡൗൺ സൈഡും കൂടി ഉണ്ട്. ദെൻ പ്ലെയിൻ GBDT എന്ന് പറഞ്ഞ് ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ദെൻ ഹയർ അക്യുറസി വിയ സീക്വൻഷ്യൽ കറക്ഷൻ. സീക്വൻഷ്യൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഈ ഒരു സ്റ്റെപ്പ് ആദ്യത്തെ ഒരു മോഡൽ അവിടെ നിന്നുള്ള എറേഴ്സിനെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത മോഡൽ വർക്ക് ചെയ്യുന്നു, അതിൽ നിന്നുള്ള എറേഴ്സ് അടുത്ത മോഡൽ വർക്ക് ചെയ്യുന്നു. അതാണ് സീക്വൻഷ്യൽ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ആൻഡ് ബട്ട് ഫസ്റ്റ് ഓർഡർ ഓൺലി ആൻഡ് നോ ബിൽറ്റ് ഇൻ റെഗുലറൈസേഷൻ ഓർഫിറ്റ്സ് മോർ ഈസിലി. ഓർഫിറ്റിങ്ങിന് അവിടെ ചാൻസ് കൂടുതലാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ XGBoost-ലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ ഗ്രേഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ സ്റ്റെപ്പ് സൈസ് ഒക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഡയറക്ഷനും ചെക്ക് ചെയ്യും ആൻഡ് പ്രോപ്പർ സ്റ്റെപ്പ് സൈസ് ആണോ എന്നും ചെക്ക് ചെയ്യും. പ്ലസ് എക്സ്പ്ലിസിറ്റ് റെഗുലറൈസേഷൻ. ആ ഒരു രണ്ട് ടൈപ്സ് ആൽഫ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളത് L1 L2 യൂസ് ചെയ്യുന്നത്. സിസ്റ്റം ഒപ്റ്റിമൈസേഷൻസ്, കാഷ് എററും പിന്നെ ഔട്ട് ഓഫ് കോർ കമ്പ്യൂട്ടിംഗ് ഒക്കെ പറഞ്ഞില്ലേ, അതും ഉണ്ടാവും. ദെൻ സ്ട്രോങ് ഓൺ അക്യുറസി ആൻഡ് സ്പീഡ് അറ്റ് ദി കോസ്റ്റ് ഓഫ് മോർ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ടു. ഒരു എക്സാമ്പിൾ ആണെന്നുള്ളൂ, നമ്മളൊരു റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതിൻ്റെ ഗ്രേഡിങ്സ് കറക്റ്റ് ആണോ, മിസ്സിംഗ് വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് XGBoost യൂസ് ചെയ്യേണ്ടത്, XGBoost യൂസ് ചെയ്യേണ്ടത് ഈ സോർട്ട് ആർക്കിടെക്ചർ ഇൻ ടാബ്ലർ ഓർ സ്ട്രക്ചർഡ് ഡാറ്റ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെറ്റും ഇതൊക്കെ ഇല്ലേ ഹെവി ആയിട്ടുള്ളത്, അതിൽ XGBoost നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഭയങ്കര ചെറിയ ഡാറ്റ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണമെന്നില്ല, ഓവർ കില്ലിംഗ് ആയിരിക്കും. അതിലാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വർക്ക് ചെയ്യും, പക്ഷെ അത്ര അക്യുറസി പറയാൻ പറ്റില്ല. അത് ഡീപ്പ് ലേണിംഗ് അതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സാണ് യൂസ് ചെയ്യുന്നത്. CNN എന്നൊക്കെ. അതിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്, CNN എന്നൊക്കെ പറഞ്ഞിട്ട്. CNN, ANN, RNN. CNN ആണ് ഇമേജസിന് യൂസ് ചെയ്യുന്നത്. റാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റീവ് എയുടെ കൂടെ വരുന്ന ഒരു കൺസെപ്റ്റാണ്. റാഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി
ഡാറ്റ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രാപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ്. അതായത് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GPT എന്ന് പറഞ്ഞൊരു മോഡൽ, ഇതിൻ്റെ ട്രെയിനിങ് ഡാറ്റ കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ, അറിയണം. കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ഓഫ് ലാസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് 5.5 ലേറ്റസ്റ്റ്, ക്ലൗഡ് ഫാബ്രിക് 5 ലേറ്റസ്റ്റ്. ഇതിൻ്റെ കട്ട് ഓഫ് ഒരു മെയ് 2026 വയ്ക്കുക. മെയ് 2026. കട്ട് ഓഫ് മീൻസ് ഈ മോഡൽസിനെ ആക്ച്വലി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ കൊടുക്കണം. അപ്പം ഈ ഡാറ്റ കൊടുക്കുമ്പോൾ ഈ മെയ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള ടൈമില്ലേ, അതുവരെ എന്തൊക്കെ ഉണ്ടോ അതിന് മൊത്തം ട്രെയിൻ ചെയ്യിപ്പിക്കാൻ കൊടുക്കും. പക്ഷെ ഇതിനോട് ഇന്നത്തെ പൈ ചാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എടുത്തുതരാൻ പറ്റില്ല. കാരണം ഈ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റിയൽ ടൈം ഡാറ്റയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും. ഈ നോളജ് കട്ട് ഓഫിലുള്ള എന്ത് വിഷയം വേണമെങ്കിലും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നോളജ് കട്ട് ഓഫ് എന്നുള്ള വരുന്നതിൻ്റെ ഒരു ഇഷ്യൂ. വെബ് എന്നൊക്കെ എടുക്കും. റാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഡോഗ്സ്, ഈ റിയൽ ടൈം ഡാറ്റാസ് അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാറ്റ ട്രെയിനിങ് ഒരു പാർട്ടിൽ ഉണ്ടാവും. പക്ഷേ ഇതിൽ കീവേഡ്സ് വരില്ലേ, 2 days എന്നൊക്കെ വരുന്നത്. 2 days അല്ലെങ്കിൽ കറണ്ട് ടൈമിനെ മെൻഷൻ ചെയ്യുന്ന അത് വരുമ്പോൾ ഇതിന് ടോക്കൺ ബേസ്ഡ് ആയിരിക്കും. അതിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നോക്കട്ടെ, എന്തായാലും ഒരു ഉണ്ടായിരുന്നു, റാഗിൻ്റെ ഉണ്ടായിരുന്നു. ML ഒരു 3 അൽഗോരിതം കൂടി ഉണ്ട്. K-means-ൻ്റെ ഒരു ഇത് DB സ്കാന്, ഹയറാർക്കിക്കൽ. അത് കഴിഞ്ഞ് അൽഗോരിതംസ് കഴിഞ്ഞു. പിന്നെ വരുന്നത് NLP എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ML ആണ്. ട്രാൻസ്ഫോമേഴ്സ് ജനറേറ്റീവയുടെ പാർട്ടായിട്ട് വരുന്നത്. പക്ഷെ അതിൽ ഒരുപാടൊന്നുമില്ല. നമുക്ക് ഇവര് രാധികംസൊക്കെ എടുത്തേക്കണ കുറച്ചേ ഉള്ളൂ. എനിക്ക് ഈ കൺസെപ്റ്റ് ഒന്നുമില്ല, ഫൈൻ ട്യൂണിങ് ഒന്നും. അത് ആക്ച്വലി ഇപ്പോൾ ഇത് എഞ്ചിനീയറിങ്ങിൻ്റെ ഇതിൽ വരുന്നു. അത് ആർട്ടിസ്റ്റാണ്. റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. ഈ ഇത് നോളജ് കട്ട് ഓഫ് ഉണ്ടാവില്ലേ, ആ നോളജ് കട്ട് ഓഫ് ഉണ്ടാകുമ്പോൾ ഇതിന് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി വരും. പ്രോംപ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ അതിന് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റാഗ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ വെബിൽ, നമ്മൾ യൂസർ കൊറി കൊടുക്കുന്നു. യൂസർ കൊറിക്ക് അനുസരിച്ചുള്ള അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ അഡീഷണൽ ഡോക്യുമെൻറ്റ്സിനെ എടുത്തിട്ട് എൻകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എംബഡിങ് മോഡൽ എന്ന് പറഞ്ഞിട്ട്, എംബഡിങ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ നമ്മുടെ വേർഡ്സ് ഒക്കെ ഇല്ലേ അതിനെ ഒരു ന്യൂമറിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതിൻ്റെ കൂടെ
കൊറിയും കൂടി യൂസ് ചെയ്യും. യൂസർ കൊറി ഉണ്ടാവും, സെക്കൻഡ് സ്റ്റെപ്പിൽ കാണുന്നില്ലേ ഇത് യൂസർ കൊറി, അതും എൻകോഡ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം എംബഡിങ് മോഡലിനാണ്. മിനി LLM അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽസ് ഉണ്ട്, മിനി LLM V6 എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഈ എംബഡിങ് മോഡലിന് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇൻഡെക്സ് എക്സ് വെക്ടർ ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നമ്മുടെ നോർമൽ ഡാറ്റാബേസിനെ കാട്ടിലും ഞാനൊരു വേർഡ്സിൻ്റെ സെമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തന്നായിരുന്നില്ലേ. വെക്ടർ ഡാറ്റാബേസസ് എങ്ങനെ സ്റ്റോർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പ്ലേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് ഉണ്ടാവില്ലേ, ക്രിക്കറ്റ്, ഇത് ഇതിൻ്റെ അടുത്തടുത്ത് ഓരോ ഡയമെൻഷനിൽ മാക്സിമം 512 ഒക്കെയാണ് തോന്നുന്നു ഡയമെൻഷൻ. ഈ മാക്സിമം ഡയമെൻഷനിൽ ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം വേർഡ്സ് ഇതിൻ്റെ ഓരോ ഡയറക്ഷനിൽ എന്താണ് എടാ എന്താ വീട് മഴയാണോ വേറെന്തെങ്കിലും വീഴാണോ? ഓക്കെ, ഈ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അങ്ങനത്തേലാണ് ഡാറ്റ റിട്രീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാബ്ലർ ഫോർമാറ്റിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമൽ ഡാറ്റാബേസിൽ. ഇതിലെന്ന് പറയുമ്പോൾ അത് ഇൻഡെക്സ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കൊറിയും ആൻഡ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സും കൂടി ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇൻഡെക്സിങ് ചെയ്യുന്നത്. സോ ഇതൊന്ന് കൊറിയിൽ ഇപ്പോൾ പ്ലേ എന്നുള്ളൊരു വേർഡ് വരികയെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ വേർഡ്സും ആ വെക്ടർ ഡാറ്റാബേസിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊറി കൊടുക്കുകയാണ്, ഇന്നത്തെ ഫ്ലൈറ്റ്സിൻ്റെ ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണി വരെയുള്ള ഫ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സോ ഇത് ഈ ഒരു മോഡൽസിൽ ഉണ്ടാവില്ല. ഈ മോഡൽസ് നേരെ റാഗ് യൂസ് ചെയ്യും. റാഗ് യൂസ് ചെയ്തിട്ട് ആ ഫ്ലൈറ്റിൻ്റെ വെബ്സൈറ്റ്സും റിയൽ ടൈം ഡാറ്റ ഇതൊക്കെ ഉണ്ടാവില്ല, അതിലോട്ട് കണക്ട് ചെയ്യും. ആ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് എംബഡിങ് മോഡൽ ഇട്ടിട്ട് അതും വെക്ടർ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും റിയൽ ടൈം. അതിലും ക്യാഷൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വെക്ടർ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഈ കൊറിയും ഈ ഒരു എംബഡിങ് മോഡലുമായിട്ട് സിമിലാരിറ്റി സെർച്ച് നടക്കും. സിമിലാരിറ്റി സെർച്ച് പറഞ്ഞാൽ എന്താ, ഇതിൽ ഇത്രയും കീവേഡ്സ് ഉണ്ടാവില്ലേ നമ്മൾ കൊടുക്കണതിൽ, പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ, ആ പ്രോംപ്റ്റ് കൊടുക്കണതിൽ മേലത്തെ ആ ഒരു ഡോക്യുമെൻറ്റ്സുമായിട്ട് മാച്ച്, അതിൽ ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ വെക്ടർ ഡാറ്റാബേസിൽ ന്യൂമറിക്കൽ ഫോർമാറ്റിൽ കണക്ട് ചെയ്തത്. ഇതിപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ടോക്കൺസ് എന്നുള്ള ഇതിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക കൊറി കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ടോക്കൺ എംബഡിങ് മോഡൽ പാസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തപ്പോൾ എന്തുമാത്രം സിമിലാരിറ്റീസ് ആ കളക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ നിന്ന് എംബഡ് ചെയ്തപ്പോൾ ഉള്ള കണ്ടൻസുമായിട്ട് സിമിലാരിറ്റീസ് വരുത്തേണ്ടി നോക്കും. എന്നിട്ട് ആ സിമിലർ ഡോക്യുമെൻറ്റ്സ് ടോട്ടലി കളക്ട് ചെയ്യും. ഈ കൊറിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ന്യൂ പ്രോംപ്റ്റ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അല്ലാണ്ട് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒരു ന്യൂ പ്രോംപ്റ്റ് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അത് കഴിഞ്ഞിട്ടാണ് ആ LLM അതിൻ്റെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് റാഗ് എന്നുള്ള കൺസെപ്റ്റ് സിംപ്ലി വരുന്നത്. റിട്രീവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ. റിട്രീവലിലാണ് ആ ഒരു അഡീഷണൽ ഡോക്യുമെൻറ്റ്സും കൊറീസും കൂടി ഡാറ്റാബേസിൽ നിന്ന് മാച്ച് ചെയ്തിട്ട് യൂസർക്ക് കൊടുക്കാൻ ഒരു ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഓഗ്മെൻറ്റഡിലാണ് ഇത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഇതൊക്കെ നോക്കിയിട്ട് ഒരു പ്രോംപ്റ്റ് ജനറേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിലാണ് ആക്ച്വലി LLM പാർട്ട് വരുന്നത്. LLM എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് അത് ജനറേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇൻഫർമേഷനും LLMസിന് ആക്ച്വലി അതിൻ്റെ ഡീറ്റെയിലിംഗ് അറിയാലോ. പിന്നെ ഡീറ്റെയിലിംഗ് മീൻസ് ഇപ്പോൾ ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞാൽ അത് എഴുതും ഇല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ആൻസർ ഇന്ന ടൈപ്പിലാണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡാറ്റ എടുത്തിട്ടേ ഉള്ളൂ. അത് പക്ഷേ യൂസർക്ക് ആവശ്യമുള്ള ഫോർമാറ്റിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ LLMs ആണ് അത് റൈറ്റ് ചെയ്യുന്നത്. LLMസിന് അതിനുള്ള കഴിവുള്ളൂ, അല്ലാണ്ട് എല്ലാം LLMസിന് ചെയ്യാൻ പറ്റില്ല. LLMസിന് ട്രെയിൻ ചെയ്യുന്ന ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺസ് വെച്ചിട്ട് അത് പ്രോപ്പർലി റൈറ്റ് ചെയ്ത് തരും. അതിലില്ലാത്ത ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ഈ
ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. റാഗ് ഒരു ടൈപ്പ് ഒന്നുമല്ല, കുറേ ടൈപ്പ് ഉണ്ട്. ഇതിൽ ഒരു 4-5 ടൈപ്പ് എന്തേ ഉള്ളൂ, 8 ടൈപ്പ് എന്തേ ഉള്ളൂ. ആദ്യത്തെ നെയിം റാഗ്, മൾട്ടി മോഡൽ റാഗ്, ഇതിലാണ് ഇമേജസും ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്, വീഡിയോസൊക്കെ കളക്ട് ചെയ്യുന്നത്. ദെൻ ഹൈഡ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റീവ് റാഗ്. കറക്റ്റീവ് റാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. ഗ്രാഫ് റാഗ് എന്ന് പറഞ്ഞിട്ട് നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്, അതേപോലെ വർക്ക് ചെയ്യുന്നതാണ്. ദെൻ ഹൈബ്രിഡ് റാഗ്, അഡാപ്റ്റീവ് റാഗ്, ഏജന്റിക് റാഗ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഏജന്റിക് എന്നുള്ള കൺസെപ്റ്റ് ഓരോന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ആ ഒരു LLM മോഡൽസ് പഠിക്കാനുണ്ട്. ലാൻസി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. റാഗ് മൊഡ്യൂളിലില്ല, പക്ഷെ ആവശ്യമുള്ള സാധനമാണ്. റാഗ് MCP എല്ലാം ഉണ്ട്. LLMs പക്ഷെ ഞാൻ ആ ക്ലാസ് നോക്കിയപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞു കേട്ടില്ല. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഏജന്റിക്കേയും ഒരു കൺസെപ്റ്റ്. ഇതിൽ എക്സിബൂസിൻ്റെ architecture for tabular and structured data, native handling of missing values and regularization built-in ആണ്. fast, parallelizable, scales to huge data sets. huge data setലാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുക. സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഓവർകില്ലിംഗ് ആയിരിക്കും അത്. ദെൻ ഫീച്ചർ ഇമ്പോർട്ടൻസ് വാൾസ് ഔട്ട് നാച്ചുറലി. റാൻഡം ഫോറസ്റ്റിനും ഉണ്ട്, അഡാബൂസിനും ഉണ്ട്. നമ്മൾ ഫീച്ചർ ഇമ്പോർട്ടൻസ് നോക്കിയിരുന്നില്ലേ, ഏതാണ് ബെറ്റർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. ദെൻ വീക്ക്നെസ്സസ്, ഒരുപാട് ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഉണ്ട്. ട്യൂണിംഗ് ടേക്സ് റിയൽ എഫോർട്ട്. സീക്വൻഷ്യൽ ട്രെയിനിങ് ഈസ് ഹാർഡർ ടു പാരലൈസ് ദാൻ റാൻഡം ഫോറസ്റ്റ്. അതായത് മറ്റേ റാൻഡം ഫോറസ്റ്റിലും ഡിസിഷൻ ട്രീയിലും ഒക്കെ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഇല്ലായിരുന്നു. പക്ഷെ ഇതിൽ ഒരുപാട് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരെണ്ണം ചേഞ്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു പ്രഡിക്ഷനെ നന്നായിട്ട് അഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഇതുണ്ട്. ബെസ്റ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ പിന്നെ എടുത്ത് ചെക്ക് ചെയ്തില്ല. അതായത് ബെസ്റ്റ് പാരാമീറ്റർ കിട്ടി കഴിഞ്ഞിട്ടും അതെങ്ങനെയാണ് F1 സ്കോർ വരുന്നത്, എന്തുകൊണ്ടാണ് അത്ര കർവും യൂസ് ചെയ്യുക, പ്ലോട്ടിംഗ് ഒക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂസ് എങ്ങനെയൊക്കെ വരണം നോക്കുക. അത്രയും ഡീപ്പായിട്ട് പോകാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഇൻ്റർപ്രറ്റബിൾ ദാൻ എ സിംഗിൾ ട്രീ. സിംഗിൾ ഡെസിഷൻ ട്രീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ലെസ് ഇൻ്റർപ്രറ്റബിൾ ആണ്. ഇൻ്റർപ്രറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് കാണിക്കുന്നതില്ലേ, പ്ലോട്ടിങ് ട്രീൻ്റെ. ഇപ്പോൾ ആദ്യം റൂട്ടിനോട് ഡിസിഷനോട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ലെസ് ഇൻ്റർപ്രറ്റബിൾ ആണ്. Then not naturally suited to unstructured data, images, text, audio, multi-dimensional data ഉണ്ടാവില്ലേ, high dimensional ഡാറ്റാസ്. അപ്പോൾ ആ ഒരു ഇതിൽ ടെക്സ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിമിലാരിറ്റി ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇഷ്യൂ. ദെൻ ഓഡിയോ ആയാലും സെൻസിറ്റീവ് ടു നോയ്സി ലേബൽസ് ഇഫ് അണ്ടർ റെഗുലറൈസ്ഡ്. അതാണ് ഒരു റെഗുലറൈസേഷൻ്റെ ഇഷ്യൂസ്. ഇപ്പോൾ നോയ്സി ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കറക്റ്റ് ചെയ്യും, പക്ഷേ ഭയങ്കര റെഗുലറൈസേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആവാനും ചാൻസ് ഉണ്ട്. റീഡിങ് ദ മോഡൽ ഫീച്ചർ ഇമ്പോർട്ടൻസ് നേരത്തെ അടുത്താണ് ആ ഒരു റാൻഡം ഫോറസ്റ്റിലൊക്കെ. XGBoost reports several importance types: weight, times a feature is used to split, and gain, average gain contributed, and cover, reach number of samples affected, gain,
is usually the most informative for understanding what actually drives predictions. ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എടുത്തായിരുന്നില്ലേ, എത്ര പ്രോപ്പർ പ്രഡിക്ഷൻസ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻഫർമേഷൻ ഗെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഈ ഹൈ കോൺട്രിബ്യൂഷൻ ഉള്ള ഇതിലായിരിക്കും അതിൻ്റെ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നോസി ഡാറ്റയാണ് ആൻഡ് അണ്ടർ റെഗുലറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. Then the objective is minimize trailing loss plus an explicit penalty on tree complexity. അതിൻ്റെ ആ ഒരു ട്രീൻ്റെ മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ ലോസ് ഡിക്രീസ് ചെയ്യുക. ദെൻ എക്സ്പ്ലിസിറ്റ് പെനാൽറ്റി റെഗുലറൈസേഷൻ്റെ കൺസെപ്റ്റാണ്, അതും കൂടി അപ്ലൈ ചെയ്യാനാണ് ആ ഒരു ഇത് ഗാമയില്ലോ. ഈ സാധനം എന്താ വായിക്കുക ഫിസിക്സിൽ സിഗ്മയുടെ അപ്പുറത്തെ ഈ സിഗ്മ എൽ എന്ന് പറഞ്ഞിട്ട് ലോസ് സിഗ്മ, ഇത് സിഗ്മ ഇല്ലേ സമ്മേഷൻ്റെ, മറ്റേ ഈ സാധനം എന്താ വയ്ക്കുക ഓം ആണോ അത്, ഒമേഗ ആണോ വയ്ക്കുക? ഞാൻ നേരത്തെ ആർക്കും എടുത്തപ്പോൾ ഒമേഗ എന്ന് വായിച്ചായിരുന്നു, അത് ഞാനാണെന്ന് വായിച്ചത്. ഗാമ ഈ 6 പോലത്തെ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള. എന്നിട്ട് സെക്കൻഡ് ഓർഡർ ട്രെയിലർ എക്സ്പാൻഷൻ ടേൺസ് എനി കോൺവെക്സ് ലോസ് ഇൻ ടു ദി സെയിം ക്വാഡ്രാറ്റിക് ഒപ്റ്റിമൈസേഷൻ സോൾവ് വിത്ത് ഗ്രേഡിയൻസ് ജി ആൻഡ് എസ് എൻ എച്ച്. അപ്പോൾ ട്രീസ് നോർമൽ ജി വി ഡി ടിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഓർഡർ ഗ്രേഡിയൻസ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അതായത് ഡയറക്ഷൻ മാത്രം. അത് പ്രോപ്പറായിട്ടാണ് സ്റ്റെപ്പ് സൈസോ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഹെസിയൻസും കൂടി വരുമ്പോഴാണ് XGBoost കുറച്ചുകൂടി ബെറ്റർ ആകുന്നത്. And the gain split quality is scored exactly in closed form, no guessing, and split with negative gain are found automatically. ഗെയിന് കൂടുതലുള്ളത് അത് ബെറ്ററായിട്ട് ചൂസ് ചെയ്യും. ഗെയിൻ കുറവാണെന്നുണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്യും. ഡിസിഷൻ ട്രീസ് പ്രൂണിങ് പറഞ്ഞു തന്നായിരുന്നില്ലേ, പ്രീ പ്രൂണിങ് പോസ്റ്റ് പ്രൂണിങ് എന്താണ്, വാട്ട് ഈസ് പ്രീ പ്രൂണിങ്? നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ കട്ട് ചെയ്ത് കളയാം. പോസ്റ്റ്പോണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഗ്രോ ചെയ്യാൻ വിട്ടിട്ട് അവിടെ നിന്ന് ആവശ്യമില്ലാത്ത പാർട്സ് കട്ട് ചെയ്ത് കളയാം, അതാണ് പോസ്റ്റ്പോണിങ്. ആൻഡ് ഷ്രിങ്കേജ് സാമ്പിളിങ് സ്പാർസിറ്റി അവയർനെസ് നേരത്തെ പറഞ്ഞ ഒരു ഫീച്ചേഴ്സാണ്. ക്യാഷ് എവർ പാരലൽ കമ്പ്യൂട്ടേഷൻ മേക്ക് ഇറ്റ് ബോത്ത് അക്യുറേറ്റ് ആൻഡ് ഫാസ്റ്റ് അറ്റ് സ്കെയിൽ. അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്രീമെൻഷൻ ചെയ്തു തന്നുള്ളൂ. സബ് സാമ്പിളിങ് റാൻഡം ഫോറസ്റ്റ് യൂസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്, ഷ്രിങ്കേജ് റെഗുലറൈസേഷൻ യൂസ് ചെയ്യുന്നത്, ദെൻ സ്പാസിറ്റി അവയർനെസ് ആ ഒരു ഷാവർ ട്രീസും ഡീപ്പർ ട്രീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് എവയർ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ അതിനെ ക്യാഷ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്. ആൻഡ് പാരലൽ കമ്പ്യൂട്ടേഷൻ ഔട്ട് ഓഫ് കോർ കമ്പ്യൂട്ടിങ് പറഞ്ഞില്ലേ, ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് OOM എന്ന് പറയും, ഔട്ട് ഓഫ് മെമ്മറി എറർ, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചങ്ക്സ് ആയിട്ട് അത് യൂസ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ഫാസ്റ്റ് അറ്റ് സ്കെയിൽ. അപ്പോൾ അത്രയാണ് XGBoost-ൻ്റെ അത്. എക്സ്പ്ലെയിൻ ചെയ്യും. വന്ന നിങ്ങൾക്ക് അറിയണ പറഞ്ഞാൽ മതി. ഇമ്പോർട്ട് നമുക്കറിയാം, ലൈബ്രറീസൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ്, സീബോൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റ് സ്പ്ലിറ്റിൻ്റെ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഡാറ്റ ലേബലിംഗ് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ലേബലിംഗ് കോഡ് യൂസ് ചെയ്തേക്കണം. പിന്നെ പിന്നെ ആക്യുറസി സ്കോർ അങ്ങനത്തെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആക്യുറസി സ്കോർ, കൺഫ്യൂഷൻ മെട്രിക്സ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് റിഗ്രഷൻ ടൈപ്പ് അല്ല, ക്ലാസിഫൈഡ് ഡാറ്റയാണ് നമ്മുടെ ടാർഗറ്റഡ് വേരിയബിൾ എന്നത്. പിന്നെ ഇത് ഏ ആ പിന്നെ ഫസ്റ്റ് നമുക്ക് കാണാമല്ലോ ഇപ്പോൾ ഡാറ്റ ഇമ്പോർട്ട് ചെയ്തേക്കണതാണ്. ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ഹെഡ് നോക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടെയിൽസ് ആണ് അടുത്ത് വന്നേക്കണത്. പിന്നെ ഷേപ്പാണ്, അതായത് 12330 റോസും 18 കോളംസും ഉണ്ട്. ഓൺലൈൻ ഷോപ്പേഴ്സ് ഇൻറ്റൻഷൻ. പ്രൊഡക്റ്റ് റിലേറ്റഡ് ഡ്യൂറേഷൻ അല്ലേ? അത് ഡെലിവറി ചെയ്യണ ഒരു ടൈം പോലെ ബൗൺസ് റേറ്റ്സ്, എക്സിറ്റ് റേറ്റ്സ്. ഇത് റൈറ്റ് സ്ക്രോൾ ചെയ്യണം എങ്ങനെയാണ്? സ്കിപ്പ് ഇൻസ്റ്റാൾ XG ബൂസ്റ്റ് അങ്ങനത്തെ. ബൗൺസ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബൗൺസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ബൗൺസ് റേറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പേജിൽ നമ്മൾ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഇതൊന്ന് വേറെ ഇതിലേക്ക് ബൗൺസ് ചെയ്ത് പോകുന്നുണ്ടോ. ദെൻ എക്സിറ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ടോട്ടലി ഇപ്പോൾ ആമസോണിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ടോട്ടലി എന്തെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് വേറെ ഇതിലോട്ട് പോയി, അതാണ് എക്സിറ്റ് റേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുനിന്ന് പേജ് ടൈം എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടോ പോകും. ദെൻ പ്രോഡക്റ്റ് റിലേറ്റഡ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു iPhone 70 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനുകളൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ടൈമുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് നമുക്ക്. പക്ഷെ അത് റൈറ്റ് സ്ക്രോൾ എങ്ങനെയായിരുന്നു?